കക്കയിറച്ചി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? എന്നാൽ അത് വാങ്ങിക്കുന്നത് തന്നെ നമ്മൾ അതിൻ്റെ വൃത്തിയാക്കാനുള്ളൊരു മടി കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ എത്ര കിലോ വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഓരോ കക്കയും ഇറച്ചി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഞെക്കിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഇത് കണ്ടില്ലേ, കറുത്ത ഭാഗം ഇങ്ങനെ പുറത്ത് വരും. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നെടുത്ത് ഞെക്കിക്കളഞ്ഞ് അതിൻ്റെ ആ ഒരു മടി കൊണ്ടാണ് നമ്മൾ സാധാരണ ഇത് വാങ്ങാൻ മടിക്കുന്നത്. എന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള 2 മെത്തേഡുകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/4 കിലോ കക്കയിറച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ഇളമ്പക്കാന്നാണ് പറയാറ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് കക്കയിറച്ചി ഇങ്ങനെ നിരത്തി കൊടുക്കാം. മറ്റേ ഭാഗം എടുത്ത് മൂടിക്കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്നതായാലും ചപ്പാത്തിക്കോലി, അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ടാകും. അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് കവറല്ലെങ്കിൽ ഇതുപോലുള്ള സിപ്ലോ കവറായാലും മതി. അതിലേക്ക് ഇതുപോലെ നമുക്ക് നിരത്തി കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചപ്പാത്തി കോല് കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുമല്ലെങ്കിൽ ഇനിയിപ്പോൾ സിപ്ലോ കവറും സാധാരണ പ്ലാസ്റ്റിക് കവറൊന്നും ഇല്ലെങ്കിൽ ഇതുപോലുള്ള ചപ്പാത്തി പലകേൻ്റെ മേലെ നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതിനേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കവറിൽ വെച്ചിട്ട് പരത്തുമ്പോഴാണ്. അപ്പോൾ ഇനി നമ്മൾ ചോറ് ഊറ്റുന്ന പാത്രം ഉണ്ടാവില്ലേ, നമ്മുടെ അടുത്ത് അരിപ്പ പാത്രം, അതിലേക്ക് വൃത്തിയാക്കിയത് അതായത് വൃത്തിയാക്കിയതല്ല, നമ്മൾ ഈ പരത്തി കൊടുത്ത എല്ലാ കക്കയിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൈപ്പിൽ നിന്ന് നേരെ വെള്ളം ഇതിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു ചട്ടി അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് കണ്ടോ, നമ്മൾ ഇത്രയും വേസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. വൃത്തിയാക്കാൻ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്തെടുക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് കളയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഒരുപാട് വേസ്റ്റ് ഉണ്ട് ഇതിൽ. ഇനിയിപ്പോൾ നമുക്ക് ചട്ടിയിൽ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വൃത്തിയാക്കിയെടുക്കാം, അതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് തെളിയുന്നത് വരെ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്ര കിലോ വേണമെങ്കിലും കക്കയിറച്ചി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു കഴുകിയതിന് ശേഷം നമുക്കിത് ഒന്ന് പാത്രത്തിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കാം.